ഇഡിയുടെ വേട്ടയാടലുകൾക്കെതിരെയും പിണറായി സർക്കാരിൻ്റെ രാഷ്ട്രീയ നാടകങ്ങൾക്കെതിരെയും ആഞ്ഞടിച്ച് മുസ്ലിം ലീഗ് നേതാവും മന്ത്രിയുമായ കെ.എം. ഷാജി രംഗത്ത് വന്നിരിക്കുകയാണ്. കേന്ദ്ര ഏജൻസികളെ മുൻനിർത്തി CPM കളിച്ച രാഷ്ട്രീയ കളികൾക്ക് സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ കനത്ത പ്രഹരം വാങ്ങിക്കൊടുത്ത മാസ് സ്റ്റോറിയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത്. എന്നെയും എൻ്റെ കുടുംബത്തെയും ED ഓഫീസിലിരുത്തി പീഡിപ്പിച്ചപ്പോൾ ഇവിടെ ചിലർ കയ്യും കെട്ടി ചിരിക്കുകയായിരുന്നു എന്ന് K.M. ഷാജി ഓർമ്മിപ്പിക്കുന്നു. തന്നെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ തൻ്റെ ഭാര്യയെയും എന്ത് കണ്ടിട്ടാണ് ഇയാൾക്ക് മകളെ കെട്ടിച്ചു കൊടുത്തത് എന്ന് ചോദിച്ച് ഭാര്യാപിതാവിനെയും മാനസികമായി തളർത്താൻ നോക്കിയ ED ഉദ്യോഗസ്ഥൻ്റെ പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ ബുദ്ധി ആരുടേതാണെന്ന് കേരളത്തിനറിയാം. മുൻപ് SFIക്കാരനായിരുന്ന ഒരു ED ഓഫീസറെ മുൻനിർത്തി CPM അച്ചാരം നൽകി ചെയ്യിച്ച വേട്ടലാടലായിരുന്നു അതെന്ന് ഷാജി വെട്ടിത്തുറന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസം വീട്ടിൽ കയറി പണം പിടിച്ചെടുത്ത് കള്ളപ്പണക്കാരനായി ചിത്രീകരിച്ച് ജയിലിലടക്കാൻ നോക്കിയ CPM കേന്ദ്രങ്ങൾക്ക് നിയമത്തിൻ്റെ വഴിയിലൂടെയാണ് ഷാജി മറുപടി നൽകിയത്. കേരളത്തിൽ EDയുടെ കേസ് സുപ്രീം കോടതി വരെ പോയി പൂർണ്ണമായും തച്ചുടച്ച് റൈറ്റ് ഓഫ് ചെയ്ത് പിടിച്ചെടുത്ത പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് മാന്യമായി തിരികെ വാങ്ങിപ്പിച്ച ഒരേ ഒരു നേതാവ് അത് K.M. ഷാജി മാത്രമാണ്. രാഷ്ട്രീയ പകപോക്കലിന് EDയെ കൂട്ടുപിടിച്ച CPMൻ്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമായിരുന്നു സുപ്രീം കോടതിയുടെ ആ വിധി. 10 വർഷത്തോളം സ്വന്തം വീടിന് നമ്പർ പോലും തരാതെ കോഴിക്കോട്ടെ കോർപ്പറേഷൻ ഭരണക്കാരെ ഉപയോഗിച്ച് ഇഞ്ചിഞ്ചായി ദ്രോഹിക്കാൻ നോക്കിയിട്ടും K.M. ഷാജി വഴങ്ങിയിട്ടില്ല. അധികാരത്തിൻ്റെ തണലിൽ എന്തും ചെയ്യാമെന്ന് കരുതുന്ന CPM നേതാക്കളോട് ഒരൊറ്റ കാര്യമേ ഷാജിക്ക് പറയാനുള്ളൂ. അധികാരമെന്നത് അഹങ്കരിക്കാനും മറ്റുള്ളവൻ്റെ മേത്ത് കയറാനുമുള്ളതല്ല. നാളെ ഒരൊറ്റ വർത്തമാനം കൊണ്ട് റോട്ടിലിറങ്ങേണ്ടി വന്നാലും ഈ K.M. ഷാജി നിലപാടുകളിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല. CPMൻ്റെ കള്ളക്കേസുകളെയും വേട്ടയാടലുകളെയും നെഞ്ചുവിരിച്ച് നേരിട്ട് ജയിച്ചു കയറിയ ഷാജിയുടെ ഈ വാക്കുകൾ ഇപ്പോൾ സൈബർ ലോകത്ത് വലിയ ആവേശമായി മാറുകയാണ്. ഭാര്യനെ കൊണ്ടുവന്നിട്ട് അവർ ചെയ്തെന്തറിയോ, നിങ്ങൾ ഇയാളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്നതാണ്. എൻ്റെ ഫാദറിനോട് ചോദിച്ചത്, നിങ്ങൾ എന്ത് കണ്ടിട്ട് അയാൾക്ക് മകളെ കെട്ടിച്ചു കൊടുത്ത്? ഷാജി എന്ന് പറയുന്ന ഒരു SFIക്കാരൻ ED ഓഫീസറായതിൻ്റെ ദുരന്തമായിരുന്നു. സുപ്രീം കോടതി വരെ പോയിട്ട് റൈറ്റ് ഓഫ് ചെയ്ത് ഒറ്റ കേസേ ഉള്ളൂ. അത് K.M. ഷാജി, ഞാൻ വൈകാരികമായി പോകുന്നുണ്ട്, സോറി. എൻ്റെ 10 കൊല്ലാണ് എൻ്റെ വീടിൻ്റെ നമ്പർ തരാൻ. മോനറിയാം, 10 കൊല്ലം എൻ്റെ വീട്ടിൽ 2 തവണയാണ് EDയുടെ റെയ്ഡ് നടന്നത്. എന്നെ ED പീഡിപ്പിക്കുന്നത് എൻ്റെ ഭാര്യ 2 ദിവസം. അവളുടെ രാഷ്ട്രീയത്തിലെ ഇൻവോൾവ്മെൻറ്റ് ചോദിച്ചാൽ നിങ്ങളിൻ്റെ ഒരൊറ്റ സോഷ്യൽ പ്രൊഫൈൽ ചെക്ക് ചെയ്താലും എൻ്റെ ഫാമിലിൻ്റെ ഫോട്ടോ ഒന്നും കിട്ടില്ല. അതിപ്പോൾ ഞാൻ തുടങ്ങിയൊന്നല്ല. ഞാൻ ഈ കൺവീനിയൻസ് എൻജോയ് ചെയ്യുന്ന ആളല്ല. മന്ത്രി എന്ന് പറയുന്ന ഒരു കൺവീനിയൻസാണ്, MLA എന്ന് പറയുന്നത് കൺവീനിയൻസാണ്. ഞാൻ എൻ്റെ ലൈഫിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. അത് എൻജോയ് ചെയ്യുന്ന ആളല്ല. എൻ്റെ ഫാമിലിയും കൊണ്ട് നടക്കലും ഞാൻ 10 വർഷം MLA ആയിട്ട് ഒരു തവണയാണ് എൻ്റെ ഫാമിലി തിരുവനന്തപുരത്ത് ഒരു ഡേ. ആ ഭാര്യനെ കൊണ്ടുവന്നിട്ട് അവർ ചെയ്തെന്തറിയോ, നിങ്ങൾ ഇയാളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്നതാണ്. എൻ്റെ ഫാദറിനോട് ചോദിച്ചത്, നിങ്ങൾ എന്ത് കണ്ടിട്ട് അയാൾക്ക് മകളെ കെട്ടിച്ചു കൊടുത്ത്? ഷാജി എന്ന് പറയുന്ന ഒരു SFIക്കാരൻ ED ഓഫീസറായതിൻ്റെ ദുരന്തമായിരുന്നു അത്. ആ കേസിന് ഞാൻ പോയ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിൻ്റെ പേരുകൾ പറഞ്ഞു തരുമോ? ഒരാളെ. ഞാൻ കോടതിയിൽ നിന്നാണ് പോകുന്നത്. കേരളത്തിൽ EDയുടെ കേസ് റൈറ്റ് ഓഫ് ചെയ്ത ഒരൊറ്റ കേസേ ഉള്ളൂ, എൻ്റെ കേസാണ്. സുപ്രീം കോടതി വരെ പോയിട്ട് റൈറ്റ് ഓഫ് ചെയ്ത ഒറ്റ കേസേ ഉള്ളൂ. അത് K.M. ഷാജി, ഞാൻ വൈകാരികമായി പോകുന്നുണ്ട്, സോറി. എൻ്റെ കേസേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ നിന്ന് തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസം പിടിച്ചുകൊണ്ട് പോയ പൈസ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഷാജിൻ്റെ ഇട്ടിട്ടുള്ളൂ. ഞാൻ നിയമപരമായിട്ട് പോയി. ഞാൻ ഇതിനു മുമ്പ് ഈ കേരള ഹൗസിൽ എൻ്റെ ജീവിതത്തിലാകെ താമസിച്ചത് എൻ്റെ കേസ് നടത്താനാണ്. ഇപ്പം മന്ത്രിയായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ അവിടെ ഇന്ന ആജാതി എൻ്റെ വ്യക്തിപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദം താത്താനും ശബ്ദം ഉറക്കാനൊന്നും അതൊന്നും നടക്കുന്ന കാര്യമല്ല. ശരിയാണെന്ന് തോന്നിയാൽ അത് പറയാമെന്നുള്ളത് തന്നെയാണ്. അങ്ങനത്തെ അനുഭവിച്ച ഒരാളോട് നിങ്ങൾ പറയരുത്. ഞാൻ ഇപ്പോൾ കുട്ടികൾ ഇന്നൊരു സാധനമുണ്ട്, എൻ്റെ 10 കൊല്ലാണ് എൻ്റെ വീടിൻ്റെ നമ്പർ തരാൻ. മോനറിയാം, 10 കൊല്ലം. കോഴിക്കോട് ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള എഞ്ചിനീയർ പ്രശാന്താണ് എൻ്റെ വീടുണ്ടാക്കിയത്. 10 കൊല്ലം നമ്പർ തരാണ്ട്. ഞാനാണിപ്പോൾ പിന്നെ ഈ പഞ്ചായത്തിൻ്റെ എടുക്കുന്നത്. അങ്ങനെയുള്ളൂ ദിവസം. കണ്ടുകണ്ടങ്ങിരിക്കുന്ന ഒരുത്തനെ തണ്ടിലേറ്റുന്നതും ഭവാൻ. അങ്ങനെയാണ് ഇതേ. ഞാനെന്താണെന്ന് പറയും, നാളെ ഒരൊറ്റ വർത്തമാനം കൊണ്ട് റോട്ടുമേലിറങ്ങും. ഒറ്റ വാക്ക് മതി, എൻ്റെ പണി പോവും. അഹങ്കരിക്കാനും മറ്റുള്ളവൻ്റെ മേത്ത് കയറാനുള്ളതല്ല ഒന്നും.